ഹായ് മക്കളെ, അനലിസ്റ്റ് കെയർ ഓഫ് എഡ് എക്സാമിൻ്റെ മൊഡ്യൂൾ വൈസ് MCQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 1ഉം അതേപോലെ തന്നെ മൊഡ്യൂൾ 2ഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ സെഷനിൽ നമ്മൾ ഓഫ് കോഴ്സ് ഒബ്വിയസ് ആണ് മൊഡ്യൂൾ 03 ആയിരിക്കും കവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റിയാക്ഷൻ മെക്കാനിസം അതേപോലെ തന്നെ സ്റ്റീരിയോ കെമിസ്ട്രി അല്ലേ, സ്റ്റീരിയോ കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പോലെ കുട്ടിക്ക് തോന്നാറുണ്ട്. ഓക്കെ, റിയാക്ഷൻ മെക്കാനിസം ആൻഡ് സ്റ്റീരിയോ കെമിസ്ട്രി ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് 10 മാർക്കാണ് മക്കളെ ഈ ഒരു ടോപ്പിക്കിനുള്ളത്. അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് എസ്പെഷ്യലി സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നിന്നൊക്കെ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുമെങ്കിലും വരുന്ന ചോദ്യങ്ങൾ ആക്ച്വലി ഈസിയാണ്. കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഇതിൻ്റെ ഒരു കോഴ്സ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കെയർ ഓഫ് എഡിൻ്റെ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതൊരു ക്രാഷ് കോഴ്സ് അല്ല, കംപ്ലീറ്റ് മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ക്രാഷ് കോഴ്സ് അല്ല നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ഇതായിരുന്നു നമ്മുടെ പുതിയ ബാച്ചിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് കംപ്ലീറ്റ് ക്ലാസ്സസ് റെക്കോർഡഡ് ആണ്. ഇനി മേ ബി നിങ്ങൾക്ക് ഇനോർഗാനിക് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർഗാനിക്കിലേക്ക് പോയിട്ട് ഓർഗാനിക്കിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കാണാം. കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്, നിങ്ങൾക്ക് ഏത് സമയത്തും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് വരാം. ഓക്കെ, മൊഡ്യൂൾ 03 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റീരിയോ കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇൻ്റർ കൺവേർഷൻസ് ചോദിക്കും. ഓക്കെ, ഇൻ്റർ കൺവേർഷൻസ് നിങ്ങളോട് ചോദിക്കും. ന്യൂമാൻ ടു ഫിഷർ പ്രൊജക്ഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. സോറി, എൻ്റെ സൗണ്ട് കുറച്ച് ശരിയില്ല. ന്യൂമാൻ ടു ഫിഷർ പ്രൊജക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ന്യൂമാൻ പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സ്റ്റാഗേർഡ് ആണോ എക്ലിപ്സ്ഡ് ആണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഇതെന്താണ്, സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. ഇനി എക്ലിപ്സ്ഡിൻ്റെ കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാം. ഓക്കെ, എക്ലിപ്സ്ഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ലടാ, നമുക്കിതിനെ ഫിഷറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതാ നമ്മളിങ്ങനെ വരയ്ക്കുക. ഓക്കെ, ദിസ് ഇസ് ദി ഫ്രണ്ട് കാർബൺ ആൻഡ് ഇതിനെ ബാക്ക് കാർബൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ, സോ ദിസ് ഇസ് അവർ ഫ്രണ്ട് കാർബൺ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് കാർബൺ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, എം ഇയെ ഞാനിവിടെ എഴുതുന്നു, ഫ്രണ്ട് കാർബണിൻ്റെ മീത്തൈൽ ഗ്രൂപ്പ്. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താണ്, OH ഉണ്ട്, അത് അതേപോലെ ഞാൻ എഴുതുന്നു. റൈറ്റ് സൈഡിൽ എന്താണ്, H, ഒരു കുഴപ്പമില്ല. ഇനി ബാക്ക് കാർബണിൽ ഈത്തൈൽ ഇവിടെ ഉണ്ട് അല്ലേ, സോ ഈത്തൈൽ എനിക്ക് ഇവിടെ എഴുതാൻ പറ്റും. ബാക്ക് കാർബണിൽ OH എന്താണ്, റൈറ്റ് സൈഡാണ്, അതുകൊണ്ട് ഞാനിവിടെ OH റൈറ്റ് സൈഡിൽ എഴുതുന്നു, H എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു. ഒരു പ്രശ്നവുമില്ല. ഇതേപോലെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ന്യൂമാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഷർ പ്രൊജക്ഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്രണ്ട് കാർബണും ഉണ്ട് ബാക്ക് കാർബണും ഉണ്ട്. ഓക്കെ, ഈ ഫ്രണ്ട് കാർബൺ ഇതാണെന്ന് ഞാൻ പറയുന്നു, ദിസ് ഇസ് അവർ ഫ്രണ്ട് കാർബൺ, ഇതാണ് നമ്മുടെ ബാക്ക് കാർബൺ. ഫ്രണ്ട് കാർബണിൽ മീതയിൽ ഞാൻ ഇവിടെ എഴുതുന്നു, ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്, OH, ആ OH ഞാൻ ഇവിടെ എഴുതി. ഇനി ഇതാ റൈറ്റ് സൈഡിൽ ആരുണ്ട്, H. ഓക്കെ, അതേപോലെ ഈതയിൽ ഇവിടെ ഉണ്ട്, H ലെഫ്റ്റ് സൈഡിൽ, OH എന്താണ്, റൈറ്റ് സൈഡിൽ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇതെന്താണ്, സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതേപോലെ വരയ്ക്കുക നിങ്ങൾ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ട് കാർബണും ബാക്ക് കാർബണും നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നോട്ടേറ്റ് ചെയ്യാം. ദിസ് ഇസ് യുവർ ഫ്രണ്ട് കാർബൺ, ദിസ് ഇസ് യുവർ ബാക്ക് കാർബൺ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് കാർബണിൽ ആരുണ്ട്, നമ്മുടെ മീത്തൈൽ ഇവിടെ ഉണ്ട്. ബാക്ക് കാർബണിൽ ആരുണ്ട്, ഈത്തൈൽ ഇവിടെ ഉണ്ട്. ഇനി ഫ്രണ്ട് കാർബണിൽ നിങ്ങൾ സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ എന്താണോ ഉള്ളത് അതേപോലെ എഴുതുക. അതായത് OH ലെഫ്റ്റ് സൈഡിലാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, OHനെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു, Hനെ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി ബാക്ക് കാർബണിൽ നോക്കിയേ, ബാക്ക് കാർബണിൽ H എന്താണ്, ലെഫ്റ്റ് സൈഡാണ്, OH റൈറ്റ് സൈഡാണ്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇത്രയും ചെയ്യേണ്ടത് സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ. ഓക്കെ, OH എന്ത് ചെയ്യുന്നു, ഇതാ റൈറ്റ് സൈഡിലാണുള്ളത്, ബാക്ക് കാർബണിൽ റൈറ്റ് സൈഡിലാണുള്ളത്, അപ്പോൾ ഇവിടെ എന്ത് വരും, ലെഫ്റ്റ് സൈഡിലേക്ക് വരും. H ലെഫ്റ്റ് സൈഡിലായിരുന്നു ഉള്ളത്, ഇതിനെന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഓപ്ഷൻ, എന്ത് വരും, A ഓപ്ഷൻ കറക്റ്റായിട്ട് വരും. സ്റ്റാഗേർഡിൽ ബാക്ക് കാർബണിലുള്ളതിനെ ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുക, ആ ഗ്രൂപ്പിനെ ലെഫ്റ്റിലുള്ളത് റൈറ്റിലേക്ക് എഴുതുക, റൈറ്റിലുള്ളതിനെ ലെഫ്റ്റിലേക്ക് എഴുതുക. ഇത്രയല്ലേ ഉള്ളൂ. യെസ്, അതായത് ഈ OH എന്ത് വന്നു, റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡ്, H ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡ്. ക്ലിയർ, സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ കാര്യം. രണ്ടാമത്തെ കാര്യം, യെസ്, CIP റൂള് വെച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ്.
എന്താ ചോദിച്ചിരിക്കുന്നത്? CIP റൂൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. EZ, DL നോമൻക്ലേച്ചർ, CIP റൂളൊക്കെ പറഞ്ഞു വിട്ടിട്ടുള്ള. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. CIP റൂൾ പ്രയോറിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ കുറേ ഗ്രൂപ്പ് ഉണ്ടല്ലേ, ഈ ഗ്രൂപ്പൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രയോറിറ്റീസ് ആദ്യം നമുക്ക് പറയണം. പ്രയോറിറ്റീസ് എങ്ങനെയാണ് പറയുക? ഇസ് ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പർ. പ്രയോറിറ്റി ഇസ് ബേസ്ഡ് ഓൺ വോട്ട്? യെസ്, അറ്റോമിക് നമ്പർ ആണ്. ഓക്കെ. ആൻഡ് ഇത് RS ആണോ എന്നുള്ളതും കൂടെ നമുക്ക് പറയണം. RS നോമൻക്ലേച്ചർ, DL നോമൻക്ലേച്ചർ, ഇതൊക്കെ നമുക്ക് പറയണം. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ഓക്കെ, മോളിക്യൂൾ. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ CIP റൂള് പ്രകാരം അറ്റോമിക് നമ്പർ ആണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം ഇവിടെ നോക്കുന്നു, എല്ലാം കാർബണാണ്. ഇത് കാർബണാണ്, ഇത് കാർബണാണ്, ഇതും കാർബണാണ്. അടുത്ത അറ്റാച്ച്മെൻറ്റ് നോക്കുക. ഇവിടെ എന്താണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ സ്വാഭാവികമായിട്ടും ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇതിനെന്ത് വരും ഇവിടെ? 1. ഇനി ഇവിടെ ഉള്ളത് ഡബിൾ ബോണ്ട് ആണ് അല്ലേ, ഡബിൾ ബോണ്ട് ആണ്. സ്വാഭാവികമായിട്ടും ഇതിനെന്ത് വരും? 2 എന്ന് വരും. ഓക്കെ. പിന്നെ ഉള്ളത് എന്താണ്? ഇത് CHMe ട്വൈസ് ആണ്. യെസ്, CHMe ട്വൈസ്. അപ്പോൾ മീത്തൈലിനേക്കാളും എന്ത് വരും? പ്രയോറിറ്റി വരും. സോ ദിസ് വിൽ ബി യുവർ 3 ആൻഡ് ദിസ് ഇസ് യുവർ 4th. ഇത് CIP റൂൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. അറ്റോമിക് നമ്പറാണ്, വേറെ ഒന്നുമില്ല. ആദ്യം കാർബൺ, പിന്നെന്താണ്? ഓക്സിജൻ നോക്കുക. ഓക്കെ, എല്ലാം കാർബൺ ആണ്. അപ്പോൾ അതിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആരാ വരുന്നത്? അടുത്ത ബോണ്ട് വരുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെന്ത് വരും? 1 വരും. ഇത് ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ടിന് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? പ്രയോറിറ്റി കൂടുതലായിരിക്കും. 2, 3, 4. അപ്പോൾ ആദ്യത്തെ കാര്യം കഴിഞ്ഞു, അതായത് ഈ ഗ്രൂപ്പ് അല്ലേ, അത് നമുക്ക് നോക്കാം. ഇനി RSും കൂടെ നമുക്കൊന്ന് പറയണം അല്ലേ. RS എങ്ങനെയാണ് പറയുക? 1, 2, 3 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്? 6 ആണ് വരുന്നത്. പക്ഷേ ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണ്? ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെ വേണം? യെസ്, ആക്ച്വലി നമുക്ക് ഡാഷ് പൊസിഷനിലാണ് വേണ്ടത്. പക്ഷേ ഇവിടെ എന്താ ഉള്ളത്? ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണുള്ളത്? വെഡ്ജിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് 6 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? എസ് എന്ന് പറയണം. അത്രയേ ഉള്ളൂ. നമ്മുടെ ലീസ്റ്റ് ഇപ്പോൾ ഈ RS പറയുമ്പോൾ ആക്ച്വലി ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെ വേണം? ഡാഷിൽ വേണം. ഇനി ഡാഷിലല്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? 6 കിട്ടിയാൽ S ആക്കും, S കിട്ടിയാൽ എന്താക്കും? 6 ആക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? RS നോമൻക്ലേച്ചർ S ആണ്. സോ അതൊരു കാര്യം. ഇനി നോക്കിക്കോളൂ, ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? CH2OHന് ആദ്യം പ്രയോറിറ്റി, പിന്നെ ആർക്കാണ്? CH ഡബിൾ ബോണ്ട് CH2, പിന്നെ CHMe ട്വൈസ്, CH3 ആൻഡ് വോട്ട്? 6 ആണോ? അല്ല, S ആണ് അല്ലേ. അപ്പോൾ 3 അല്ല, 4 അല്ല, പിന്നെന്താണ്? എസ് ആണ് അല്ലേ. യെസ്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ബി. ഇനി മൂന്നാമത്തത്, കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 1 to 4 പെയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ് നമ്മൾ 2 സ്ട്രക്ചേഴ്സ് കണ്ടാൽ ഇനാൻഷ്യോമറിനെ എങ്ങനെ തിരിച്ചറിയും? ഡയാസ്റ്റീരിയോമറിനെ എങ്ങനെ തിരിച്ചറിയും? ഓക്കെ. അതേപോലെ 2 സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിക്കൽ ആണോ, പിന്നീട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണോ എന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. നോക്കും. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെയറിന് എടുക്കുക. 1 എന്ന് പറയുന്ന പെയറാണ്. ഇത് ഇനാൻഷ്യോമർ ആണോ ഡയാസ്റ്റീരിയോമർ ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം RS നോമൻക്ലേച്ചർ നമ്മൾ ചെയ്യുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? RS നോമൻക്ലേച്ചർ. അപ്പോൾ ഏതിനായിരിക്കൂടാ ഫസ്റ്റ് പൊസിഷൻ? അഗെയിൻ CIP റൂള് വെക്കുക. ഇത് 1 നോക്കിക്കോളൂ. ദിസ് ഇസ് യുവർ 1. ഓക്കെ, ദിസ് ഇസ് യുവർ 2 ആൻഡ് ദിസ് ഇസ് യുവർ 3. അപ്പോൾ ഇതെന്തായിരിക്കും? എസ് ആയിരിക്കും. പക്ഷേ S ആണോ? അല്ല. കാരണം എന്താ? ഹൈഡ്രജൻ ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് എവിടെയാണുള്ളത്? ഹൊറിസോണ്ടലാണ്. അങ്ങനെയാകുമ്പോൾ എസ്സിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? 6ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ഇതിനെ നോക്കി, 1, 2, 3. ഓക്കെ, CIP റൂള് എഗെയിൻ ഇതെന്ത് വരും? 6 വരും. എഗെയിൻ ഒരു പ്രശ്നമുണ്ട്, 6 അല്ല, മറിച്ച് എന്താണ്? ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണ്? ഹൊറിസോണ്ടലിലാണുള്ളത്. വെർട്ടിക്കലിൽ വേണമായിരുന്നു. അപ്പോൾ 6 കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എന്ന് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? 6 ആണ്. ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? ആണ്. ഇങ്ങനെ ഡിഫറൻ്റ് ആണെങ്കിൽ മക്കളെ ഇതെന്തായിരിക്കും? ഇനാൻഷ്യോമർ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ഇങ്ങനെയാണ് തന്നതെന്ന് വിചാരിക്കുമോ? നോക്കിക്കോ. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ,
ഇതിൻ്റെത് ആറാണെന്ന് വിചാരിക്കുക, ഇതെന്താണെന്ന് വിചാരിക്കുക, എസ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇത് എസ് കിട്ടി, ഇത് ആറ് കിട്ടി. ഓക്കെ, രണ്ട് കാർബണും എന്താണ്, ബോത്ത് കാർബൺ എന്താണ്, ഡിഫറൻ്റ് ആണ്. ബോത്ത് കാർബൺ ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കോൺഫിഗറേഷൻ ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഇനാൻഷ്യോമർ ആയിരിക്കും. മനസ്സിലാക്കുക. ഇനി ഇതേ കാര്യം നോക്കിക്കോളെ, ഇതേ കാര്യം ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് 1 ആറ് 1 എസ്. ഓക്കെ, അടുത്തത് ആർ ആർ. ഇങ്ങനെയാണെങ്കിലോ ഒരാൾ സെയിം, പക്ഷേ രണ്ടാമത്തെ ആൾ എന്താണ്, ഡിഫറെൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ദിസ് ഇസ് ആക്ച്വലി ഡയാസ്റ്റീരിയോമർ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്ത ഇതെന്താണ്, ആർ ആർ എസ് എസ്. രണ്ടും സെയിം, എല്ലാം സെയിം ആണെങ്കിൽ എന്തായിരിക്കും, ഓഫ് കോഴ്സ് ഇതെന്തായിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് കാര്യം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ കണ്ടു, ഒന്നാമത്തെ എന്താണ്, ഇനാൻഷ്യോമറാണ്. ഇനി രണ്ടാമത്തെ ഒന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ട്രക്ചർ. ഇതേപോലെ CIP റൂൾ നമ്മൾ നോക്കുക. ദിസ് ഇസ് യുവർ 1, ഓക്കെ, ദിസ് ഇസ് യുവർ 2 ആൻഡ് ദിസ് ഇസ് യുവർ 3. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് ആറായിരിക്കും. എഗെയിൻ ഇതെന്തായിരിക്കും, ആറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, എസ്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇനി ഇതേപോലെ ഇവിടെ ചെയ്തോളൂ. എങ്ങനെയായിരിക്കും, യെസ്, ഓക്കെ, ഇത് 2. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ആവരുത്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതെന്തായിരിക്കും, ദിസ് ഇസ് യുവർ 1, ഓക്കെ, 2 ആൻഡ് ദിസ് ഇസ് യുവർ 3. ഓക്കെ, അഗെയിൻ ഇതെന്താണ്, ആറാണ്, പക്ഷേ തിരിഞ്ഞിട്ട് എന്ത് വരും, എസ് എന്ന് നമുക്ക് എഴുതേണ്ട വരും. സോ ആദ്യത്തെ എന്താണ്, ആ എസ് ആണ്, ആദ്യത്തെ കാർബൺ എസ് ആണ്, രണ്ടാമത്തെ എന്താണ്, രണ്ടാമത്തെ എന്താണ്, എസ് ആണ് അല്ലേ, രണ്ടും എന്താണ്, എസ് ആണ്. ഇനി ഇവിടെ ഒന്ന് നോക്കാം, ഇത് 1, ഇതെന്താണ് 2 ആൻഡ് ദിസ് ഇസ് യുവർ 3. ഓക്കെ, സോ 6 വരും, നേരെ തിരിച്ചു വരുമ്പോൾ എന്ത് വരും, എസ് എന്ന് വരും. ഇനി ഇവിടെ നോക്കി, ഇത് 1 അല്ലേ, രണ്ടാമത്തതോ, യെസ്, രണ്ടാമത്തത് ഇതാണ്, മൂന്നാമത്തത് ഇതാണ്. സോ ഇതെന്ത് വരും, യെസ്, 6 വരും, 6 എന്ത് വരും, തിരിഞ്ഞിട്ട് എസ് വരും. സോ എഗെയിൻ ഇതെന്താണ്, ഇത് രണ്ടും SS ആണ്, ഇതും SS ആണ്. സോ ദിസ് വിൽ ബി ഐഡൻറ്റിക്കൽ. ഇതെന്തായിരിക്കും, ഐഡൻറ്റിക്കൽ. ക്ലിയർ ആണല്ലോ, രണ്ടും എന്താണ്, കോൺഫിഗറേഷൻ സെയിം ആണ്, എസ് ആണ്, എസ് ആണ്. അതേപോലെ ഇതും എന്താണ്, SS ആണ്. സോ ഐഡൻറ്റിക്കൽ. ഇനി മൂന്നാമത്തെ സെറ്റ്, താഴെ കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ സെറ്റ് ആകുമ്പോൾ ഇതെന്താണ്, ഇത് 1 ആണ്, ഇത് 2 എന്ന് വരും, ഇതെന്തായിരിക്കും, 3 ആയിരിക്കും. അപ്പോൾ എസ് ആയിരിക്കും അല്ലേ, എസ് അല്ല, മറിച്ച് എന്തായിരിക്കും, ആറായിരിക്കും. അത് എഴുതാൻ പറ്റും. ഇനി ഇവിടെ അതേപോലെ ഇവിടെ എഴുതിക്കോളൂ, ഇതെന്തായിരിക്കും, യെസ്, ദിസ് ഇസ് യുവർ 1 ആൻഡ് ദിസ് ഇസ് യുവർ 2 ആൻഡ് ദിസ് ഇസ് യുവർ 3. അപ്പോൾ ഇത് ഇങ്ങനെ വരും അല്ലേ, യെസ്, 6 എന്നുള്ളത് എന്താവും, യെസ്, എസ് എന്ന് വരും. സോ ഇതെന്താണ് കോൺഫിഗറേഷൻ, ആറും എസ്സും ആണ് കോൺഫിഗറേഷൻ. ഇനി ഇവിടെ നോക്കി, ഇവിടെ നോക്കി നോക്കാം, ദിസ് ഇസ് യുവർ 1 അല്ലേ, നൈട്രജൻ. അടുത്ത എന്താണ്, ഇതാ, ദിസ് ഇസ് യുവർ 2 ആൻഡ് ദിസ് ഇസ് യുവർ 3. ഓക്കെ, ആറാണ്, പക്ഷേ എന്ത് വരും, എസ് എന്ന് വരും. എഗെയിൻ നമ്മൾ ഇതിനെ നോക്കുകയാണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഇത് 1 ആയിരിക്കും, ഇതെന്താണ് 2 ആണ് ആൻഡ് ദിസ് ഇസ് യുവർ 3. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും, 6 എന്നുള്ളത് ഇതും 6 തന്നെയാണ് കിട്ടുക അല്ലേ, മറിച്ച് എന്താകും, എസ് ആകും. സോ ദിസ് ഇസ് യുവർ എസ് എന്ന് വരും. സോ 6 ഇതാ, ഈ എസ്സും ഈ എസ്സും എന്താണ്, സെയിം ആണ്, 6ഉം എസ്സും എന്താണ്, ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇതെന്തായിരിക്കും, ഡയാസ്റ്റീരിയോമർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി ലാസ്റ്റിലത്തെ ഒരു സംഭവം കൂടെ ഉണ്ടല്ലേ, ഇതിനെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ETME ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ 180 ഡിഗ്രി എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ME എന്ത് ചെയ്യും, മുകളിലോട്ട് പോരും, ഈ ET എന്ത് വരും, താഴോട്ട് വരും. അപ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെ വരും അല്ലേ, യെസ്, ഓക്കെ, ദിസ് ME, ദിസ് ഇസ് യുവർ ET. ഈ BR എന്ത് ചെയ്യും, യെസ്, ഡയഗണലി എന്ത് ചെയ്യും, വരും. BR ഇവിടെ വരും ആൻഡ് H എന്ത് വരും, H ഇവിടെ വരും ആൻഡ് CL എന്താവും, ഇവിടെ വരും, H ഇവിടെ വരും, ഇങ്ങനെ വരും. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അപ്പോൾ ഞാനിതിനെ നൊട്ടേറ്റ് ചെയ്യാണ്, ഫ്രണ്ട് കാർബൺ ബാക്ക് കാർബൺ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതെന്താണ്, ഫ്രണ്ട് കാർബണിൽ എന്തായിരുന്നു ഉള്ളത്, CL, പക്ഷേ ഇവിടെ എന്താ ഉള്ളത്, BR ആണുള്ളത്. ബാക്ക് കാർബണിൽ ബ്രോമിൻ ആയിരുന്നു, പക്ഷേ ഇവിടെ എന്താ ഉള്ളത്, CL ആണ്. അപ്പോൾ ഇതെന്താണ്, ദിസ് ആക്ച്വലി സ്ട്രക്ചറൽ ഐസോമർ ആണ്, സ്ട്രക്ചറൽ ഐസോമർ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കോളൂ, 4 എന്ത് കിട്ടി, സ്ട്രക്ചറൽ ഐസോമർ, 3 എന്താണ്, ഡയാസ്റ്റീരിയോമർ.
ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തണം. ഇതെന്താണ്? ഇനാൻഷ്യോമർ ആണ്. ഓക്കെ, ഇതെന്താണ്? സ്ട്രക്ചറൽ ഐസോമർ ആണ്. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? എന്നോട് മറന്നുപോയി അല്ലേ. രണ്ടാമത്തത് ഐഡൻറ്റിക്കൽ ആയിരുന്നു, ET വരുന്നത് അല്ലേ. സോ ദിസ് ഇസ് യുവർ ഐഡൻറ്റിക്കൽ ആൻഡ് ദിസ് ഇസ് യുവർ ഡയാസ്റ്റീരിയോമർ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഇനാൻഷ്യോമർ, ഐഡൻറ്റിക്കൽ, ഡയാസ്റ്റീരിയോമർ ആൻഡ് സ്ട്രക്ചറൽ ഐസോമർ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ C 3 ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ഫോളോയിങ് കോമ്പൗണ്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ത്രിയോസിനെ പറ്റിയും അതേപോലെ എറിത്രോസിനെ പറ്റിയും നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം. ത്രിയോസും എറിത്രോസും എന്താണ്? ഇങ്ങനെ ഇവിടെ OH ഓപ്പോസിറ്റ് ആണ് വരുന്നതെങ്കിൽ മക്കളെ ഇതെന്തായിരിക്കും? യെസ്, ത്രിയോസ് ആയിരിക്കും. ഇനി OH സെയിം സൈഡ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? എറിത്രോസ് ആയിരിക്കും. OH സെയിം സൈഡിലാണെങ്കിൽ ഇതെന്തായിരിക്കും? എറിത്രോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും ഓപ്പോസിറ്റ് ആണ്, അപ്പോൾ ഇതെന്തായിരിക്കും? ഓഫ് കോഴ്സ് ദിസ് ഇസ് വോട്ട് ത്രിയോസ്. എന്തായിരിക്കും? ത്രിയോസ്. ഇനി L ആണോ D ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുമായി റിലേറ്റഡ് ആണോ? അല്ല അല്ലേ. കാരണം എന്താ? ഇവിടെയുള്ള ലാസ്റ്റിലത്തെ ഈ കാർബൺ താഴെ നിന്ന് ആദ്യത്തെ കൈറാൽ കാർബൺ എടുക്കുക. OH ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇതെന്തായിരിക്കും? L ആയിരിക്കും. ഗ്ലൂക്കോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ താഴെ നിന്ന് ആദ്യത്തെ കൈറാൽ കാർബൺ ഇവിടെയായിരുന്നു, OH എവിടെയായിരുന്നു? റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? ഡി ഗ്ലൂക്കോസ് എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഇവിടെ എവിടെയാണ്? യെസ്, ലെഫ്റ്റ് സൈഡാണ്. സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കും? L ആയിരിക്കും. L ത്രിയോസ്. ഓപ്ഷൻ B. നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് പ്രോ-കൈറാൽ സെൻറ്റേഴ്സ് ഇൻ 1,3-ഡൈബ്രോമോപ്രൊപ്പെയ്ൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1,3-ഡൈബ്രോമോപ്രൊപ്പെയ്ൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. സോ ദിസ് ഇസ് യുവർ ബ്രോമിൻ 1 2 3. ഓക്കെ, ദിസ് ഇസ് യുവർ 1,3-ഡൈബ്രോമോപ്രൊപ്പെയ്ൻ. ഇനി എത്ര പ്രോ-കൈറാൽ സെൻറ്റർ? എന്താണ് ഈ പ്രോ-കൈറാൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, അതായത് ഒരു അക്കൈറാൽ സെൻറ്ററിനെ ശ്രദ്ധിക്കണേ, ഒരു അക്കൈറാൽ സെൻറ്ററിനെ ഒരു ഗ്രൂപ്പിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് കൈറാലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോ കൈറാൽ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, ഇതാണ് നമ്മുടെ H. ഓക്കെ, ഇതാണ് H. ഇവിടെ ഈ ഹൈഡ്രജനെ ഞാൻ മാറ്റിയിട്ട് ഇവിടെ എന്തെങ്കിലും ക്ലോറിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെന്താകും? യെസ്, കൈറാലായിട്ട് മാറും. ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു അക്കൈറാൽ സെൻറ്റർ ആയിരുന്നു. ഇതിനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ചേഞ്ച് ചെയ്താൽ അത് കൈറാൽ സെൻറ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോ കൈറാൽ സെൻറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും സാർ എന്നാൽ പിന്നെ രണ്ടാമത്തെ ഈ ഒരാളുണ്ടല്ലോ, ഇതും ഹൈഡ്രജൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരാളെ മാറ്റിയാലോ? ഇതിനെ ബ്രോമിനാക്കി മാറ്റുകയാണെങ്കിൽ ഇതും കൈറാൽ ആവത്തില്ലേ എന്ന് ചോദ്യം വരാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് CH2Br ആണ്, ഇതും CH2Br ആണ്, സെയിം ആണ്. അതുകൊണ്ട് ഇതൊരിക്കലും എന്താവത്തില്ല? പ്രോ കൈറാൽ സെൻറ്റർ ആവത്തില്ല. ഇതെന്ത് ചെയ്യണം? യെസ്, 2 ആളുകളെ മാറ്റേണ്ടി വരും. അപ്പോൾ എത്രയാണ്? യെസ്, പ്രോ കൈറാൽ സെൻറ്റർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓപ്ഷൻ C. ക്വസ്റ്റ്യൻ നമ്പർ 6, മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. മീസോ കോമ്പൗണ്ട്. എന്താണ് മീസോ കോമ്പൗണ്ട്? നമുക്കറിയാം അല്ലേ, എന്താണ് ഒരു മീസോ കോമ്പൗണ്ട്? മീസോ ടാർട്ടാറിക് ആസിഡ് ഒക്കെ വളരെ ഫേമസ് ആണ് അല്ലേ. മീസോ ടാർട്ടാറിക് ആസിഡ് എങ്ങനെയായിരുന്നു? കൈറാൽ സെൻറ്റർ ഉണ്ടാകും, പക്ഷെ അതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. OH COH. പക്ഷേ ഇവിടെ എന്തുണ്ടാകും? യെസ്, കൈറാൽ സെൻറ്റർ ഉണ്ടോ? ഉണ്ട്, 2 എണ്ണം ഉണ്ട്. പക്ഷേ ഇവിടെ എന്തുണ്ട്? യെസ്, ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഇവരെന്തായിരിക്കും? കൈറാൽ ആയിരിക്കും. സോ എന്താണ്? ആൻ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് POS ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഇനാക്റ്റീവ് കോമ്പൗണ്ട് ഹാവിങ് കൈറാൽ സെൻറ്റർ. ഇനാൻഷ്യോമർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റീരിയോ ഐസോമർ ദാറ്റ് ആർ മിറർ ഇമേജസ്. 2C. ഡയാസ്റ്റീരിയോമേഴ്സ്, സ്റ്റീരിയോ ഐസോമേഴ്സ് ദാറ്റ് ആർ നോട്ട് മിറർ ഇമേജസ്. ഇത് ശ്രദ്ധിക്കണേ, ഡയാസ്റ്റീരിയോമർ. എന്താണ് ഈ ഡയാസ്റ്റീരിയോമർ? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണെങ്കിൽ ഇനാൻഷ്യോമേഴ്സ്. ഓക്കെ, ഇതെന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ നോൺ മിറർ ഇമേജസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയാസ്റ്റീരിയോമർ. ഇനി പിന്നെന്താണുള്ളത്? റെസിമേറ്റ്. എന്താണ് റെസിമേറ്റ്? ആൻ ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് ഇനാൻഷ്യോമേഴ്സ്. ഇത് നമ്മൾ SN1 നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ്? 1 എന്താണ് വരുന്നത്? 1D ആണ്. 1D വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. യെസ്, അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? 4.
നെക്സ്റ്റ് വൺ, യെസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്യുവർ കോമ്പൗണ്ട് ഹാവിങ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. യെസ്, അതേപോലെ തന്നെ ക്വാർട്സ് ട്യൂബിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്താണ്? -5 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് റൊട്ടേഷൻ കണ്ടുപിടിക്കാനാണ്. യെസ്, എങ്ങനെയാണ് സ്പെസിഫിക് റൊട്ടേഷൻ കണ്ടുപിടിക്കുക? യെസ്, എങ്ങനെ കണ്ടുപിടിക്കും? ആൽഫ ബൈ സി എൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ആൽഫ എന്ന് പറയുന്നത്? ഒബ്സേർവ്ഡ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ അല്ലേ? ഒബ്സേർവ്ഡ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എത്രയാണ്? -5 ഡിഗ്രി ആണ്. ഓക്കെ, സോറി, ഡിഗ്രി സെൽഷ്യസ് അല്ല, -5 ഡിഗ്രി ആണ് അല്ലേ? ഇനി ഓക്കെ, ലെങ്ത് എത്രയാണ്? ലെങ്ത് തന്നിരിക്കുന്നത് 10 സെൻറ്റിമീറ്ററിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ കാൽക്കുലേഷനിൽ ലെങ്ത്തിനെ എങ്ങനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യണം? ഡെസിമീറ്ററിൽ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് 10 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഡെസിമീറ്റർ ആയിരിക്കും. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 ഡെസിമീറ്റർ. ഇനി കോൺസെൻട്രേഷൻ എന്തിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം? യെസ്, ഗ്രാം പെർ എം എല്ലിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ കോൺസെൻട്രേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? 100 മില്ലിഗ്രാം ഇൻ 1 ml ആണ് തന്നിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഇസ് 100 മില്ലിഗ്രാം ഇൻ 1 ml. ഓക്കെ, അപ്പോൾ 100 മില്ലിഗ്രാമിനെ ഗ്രാമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? 10⁻³ അല്ലേ? ഗ്രാം ഇൻ 1 ml. ഓക്കെ, സോ ദാറ്റ് ഈസ് 0.1 ഗ്രാം പെർ ml എന്ന് കിട്ടും. കാരണം എന്താ, ഞാൻ എന്തിനാണ് ഇതിങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? കാരണം ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഗ്രാം പെർ ml ആയിരിക്കണം. ആൻഡ് ലെങ്ത്തിന് എന്തായിരിക്കണം? ഡെസിമീറ്ററിലായിരിക്കണം. ഓക്കെ, സോ സ്പെസിഫിക് റൊട്ടേഷൻ എല്ലാ വാല്യൂസും നമുക്കറിയാം. -5 ഡിഗ്രി ആണ്. ഡിവൈഡഡ് ബൈ, ഓക്കെ, ഒബ്സർവ്ഡ് എത്രയാണ്? -5. കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, എത്രയാണ്? 0.1 ആണ്. ഇൻടു എന്ത് വരും? യെസ്, 1 ഡെസിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വരും? ഇത് 10⁻⁻1 മുകളിലോട്ട് പോയാൽ എന്താവും? യെസ്, -50 ഡിഗ്രി സ്പെസിഫിക് റൊട്ടേഷൻ ആൽഫ ലാംഡ ടി എത്ര വരും? -50 ഡിഗ്രി എന്ന് വരും. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഓർഡർ ഓഫ് അസിഡിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അസിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരൊറ്റ കാര്യം ആലോചിക്കുക മക്കളെ, പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് വോട്ട്? അസിഡിറ്റി. ഓക്കെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിലോ? യെസ്, ഇറ്റ് ഡിക്രീസസ് വോട്ട്? അസിഡിറ്റി എന്നുള്ള ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ CH3 ആണുള്ളത്. ഹൈപ്പർ കോൺജുഗേഷൻ എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ് വരിക അല്ലേ? ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ ഇതിനെന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടോ? മെറ്റാ പൊസിഷനിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല. ഇവിടെ എന്താണുള്ളത്? യെസ്, +I എഫക്റ്റ് ആണ് ഉള്ളത്. ഇനി ഇത് COH തന്നെയാണ്, ഇത് പ്രശ്നമൊന്നുമില്ല. ഇനി ആൻഡ് ദിസ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ബേസിസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് COH, ഇതെന്തായിരിക്കും? CH3. ഇവിടെ എന്തുണ്ട് മക്കളെ? ഓർത്തോ പൊസിഷനിൽ ഒരു ബൾക്കിയർ ഗ്രൂപ്പ് ഉണ്ട്. ഓർത്തോ പൊസിഷനിൽ എന്തുണ്ട്? യെസ്, ഒരു ബൾക്കിയർ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവിടെ ഒരു SIR എഫക്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരെന്താണ്? ഓർത്തോ എഫക്റ്റ് അല്ലേ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് ബൾക്കിയർ ഗ്രൂപ്പ്, ഈ COH എന്ത് ചെയ്യും? ഗോസ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ. ഓക്കെ, COH ഗോസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അങ്ങനെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യെസ്, ഇറ്റ് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ വോട്ട്? പാർട്ടിസിപ്പേറ്റ് ഇൻ കോൺജുഗേഷൻ. കോൺജുഗേഷൻ വിത്ത് ദി റിംഗ്. കാര്യം മനസ്സിലായില്ലേ? ഇവിടെ എന്ത് നടക്കത്തില്ല? യെസ്, കോൺജുഗേഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അസിഡിറ്റി എന്തായിരിക്കും? ഇവിടെ ഏറ്റവും കൂടുതലായിരിക്കും. ഇവിടെ എന്തില്ല? കോൺജുഗേഷൻ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും SIR എഫക്റ്റ് വരുമ്പോൾ ഓപ്ഷൻ ഡി ഏറ്റവും കൂടുതൽ അസിഡിക് ആയിരിക്കും. പിന്നെ ആരാ വരുന്നത്? ഇതാ ഇവിടെ എന്താണ്? ദർ ഇസ് നോ എഫക്റ്റ്. ഓക്കെ, നോ എഫക്റ്റ്. സോ ഡി, ദെൻ വോട്ട്? സി. പിന്നീട് ആര് വരും? ഹൈപ്പർ കോൺജുഗേഷനും ഉണ്ട്. ഇവിടെ എന്താണ്? ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല അല്ലേ? മെറ്റാപോസിഷനിൽ എന്തേ ഉള്ളൂ? യെസ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ബി, ദെൻ കംസ് വോട്ട്? എ എന്നുള്ള രീതിയിൽ വരും. സോ DCBA. ഓക്കെ, DCBA ഓപ്ഷൻ 3. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. സോ ഇവിടെ SIR എഫക്റ്റ്, ഓർത്തോ എഫക്റ്റ് പറയേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. യെസ്. നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഫോർ ദി കോമ്പൗണ്ട്. യെസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ,
സോ ദിസ് ഇസ് യുവർ പി എച്ച് ആൻഡ് ഇതാണ് സി എച്ച് ഒ എച്ച്. ഓക്കെ, ഇനി ഒ എച്ച് എച്ച്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്യരുത്, കാരണം ഇവിടെ രണ്ട് സ്റ്റീരിയോ സെൻറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. രണ്ട് സ്റ്റീരിയോ സെൻറ്റർ കണ്ടിട്ട് 2⁻² എന്ന് 4 എന്ന് എഴുതാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ മിറർ ഇമേജ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. ഇതിൻ്റെ മിറർ ഇമേജസ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. മിറർ ഇമേജ് എങ്ങനെയായിരിക്കും? യെസ്, ഇത് കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങോട്ട് വരയ്ക്കാൻ പറ്റും അല്ലേ. ഇനാൻഷ്യോമറിനെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഒ എച്ച് 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 ഒ എച്ച് പി എച്ച്, രണ്ട് ഐസോമറായി. പക്ഷേ അടുത്തൊരു കാര്യം, ഇവിടെ എന്താണ്? ഒ എച്ച് എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒ എച്ച് എന്താണ്? സെയിം സൈഡിലാണെങ്കിൽ, ഓക്കെ, നമ്മൾ ടാർട്ടാറിക് ആസിഡ് കണ്ടതുപോലെ ഇവിടെ എന്താണ്? ഇവിടെ നോക്കിയേ, ദിസ് ഇസ് ആക്ച്വലി എന്താണ്? ഇവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റീരിയോ ഐസോമർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. രണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യോ? ഇല്ല. ഇവിടെ എന്ത് ചെയ്യും? രണ്ടെണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല എന്നുള്ളതാണ്. സോ 2+1 എന്തായിരിക്കും? ഇവിടെ രണ്ടും ഇത് ഒന്നും. 2+1 എന്ത് വരും ഇവിടെ? 3 എന്നായിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. യൂസിങ് ദ ഫിഷർ പ്രൊജക്ഷൻ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൈറാൽ സെൻറ്ററിനെ അസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലാതെ എല്ലാം ഒന്നും സോൾവ് ചെയ്യരുത് അല്ലേ. നോക്കിയേ, 2R 2R 2S 2S ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യത്തെ കാർബൺ എടുക്കുക. ദിസ് ഇസ് യുവർ ഫസ്റ്റ് കൈറാൽ കാർബൺ അല്ലേ. യെസ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് കൊടുക്കുക? 1 എന്ന് കൊടുക്കുക അല്ലേ. രണ്ടാമത്തെ കാർബൺ 2R 2S ആണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് യുവർ 1. സോറി, ഇതാണോ 1? അല്ല, ഇതെന്താണ്? യെസ്, കാരണം CIP റൂളിൽ ഓക്സിജൻ ആണ് നമ്പർ 1 കൊടുക്കണം അല്ലേ. 1, പിന്നെന്താണ്? 2, ആൻഡ് ദിസ് ഇസ് യുവർ 3. അപ്പോൾ എന്തായിരിക്കും? യെസ്, 1 2 3 ഇങ്ങനെ വരും. ഇതെന്താണ്? എസ് ആണ്. എസ് വരുമ്പോൾ എന്തായിരിക്കും? എച്ച് എവിടെയാണത്? ഹൊറിസോണ്ടൽ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 6 എന്ന് വരും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇയാളെ 3ൻ്റെത് കൂടെ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. കാരണം ഇത് 3S ആണ്, ഇത് എന്താണ്? 3R. അപ്പോൾ അതിനെ കൂടെ ഒന്ന് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? ദിസ് ഇസ് യുവർ 1 ആൻഡ് ദിസ് ഇസ് യുവർ 2 ആൻഡ് ദിസ് ഇസ് യുവർ 3. ഓക്കെ, ഇതെന്തായിരിക്കും? യെസ്, 6 ആണ്. പക്ഷേ ഇതെന്തായിരിക്കും? എഗെയിൻ എസ് വരും. എന്തായിരിക്കും? 2R 3S. യെസ്, ദിസ് ഇസ് യുവർ 2R ആൻഡ് ദിസ് ഇസ് യുവർ 3S. ഇതിനൊറ്റ കാര്യമുള്ളൂ, CIP റൂള് മനസ്സിലാക്കണം. RS എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവണം. അത്രയേ ഉള്ളൂ. ഓപ്ഷൻ 1. നെക്സ്റ്റ് വൺ, IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് ദിസ് ഇസ് വോട്ട്? സ്പൈറോ കോമ്പൗണ്ട് ആണ്. സ്പൈറോ കോമ്പൗണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ നമ്പർ ചെയ്യാം? ഇതാ ഇങ്ങനെയാണുള്ളത് അല്ലേ. യെസ്, ദിസ് ഇസ് യുവർ ലൈക്ക് ദിസ്. സോറി ഫോർ ദിസ്. ഓക്കെ, ഇതിങ്ങനെ വരുന്നു. യെസ്, ഇങ്ങനെ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ. ഇവിടെ നമ്പർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതാ ആദ്യത്തത് ലോവസ്റ്റ് മെമ്പർ റിംഗ് ഉള്ളത് ആദ്യം നമ്പർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഹയസ്റ്റ് നമ്പറുള്ള റിങ്ങിന് നമ്മൾ പിന്നീടാണ് മെൻഷൻ ചെയ്യണത്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ എന്ത് ചെയ്യണം? യെസ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെയാണുള്ളത്. 1 2 3 4 5 6 7 8 9 ആൻഡ് ദെൻ വോട്ട് 10 എന്നുള്ള രീതിയിൽ നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ എത്ര മെമ്പർ റിംഗ് ആണ്? 1 2 3 4. ഇവിടെ എത്രയാണ്? യെസ്, ഇവിടെ 4 ആണ് അല്ലേ. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും മതി. 1 2 3 4. ഇവിടെ ആകുമ്പോഴോ 1 2 3 4 5 ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യും? യെസ്, നോക്കിക്കോളൂ. 1 ബ്രോമോ. ഓക്കെ, 1 ബ്രോമോ സ്പൈറോ, ദാറ്റ് ഈസ് ഫൈൻ. 1 ബ്രോമോ ഓഫ് കോഴ്സ് ഇതെന്താണ്? സ്പൈറോ ആണ്. എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ ആദ്യം എന്ത് ചെയ്യുക? 4 എണ്ണം ഇവിടെയാണ് അല്ലേ. 4. ഇവിടെ എത്ര ഉണ്ടാവും? യെസ്, ദിസ് ഇസ് ആക്ച്വലി 5 മെമ്പർ ഉണ്ട് അല്ലേ. 4 5 എന്ന് എഴുതും. എത്രയാണ് ടോട്ടൽ കാർബൺ? യെസ്, 10 ആണ്. സോ ദാറ്റ് ഈസ് ഡെക്കേൻ. ഓക്കെ, ഓപ്ഷൻ ബി വരും അല്ലേ. 1 ബ്രോമോ സ്പൈറോ 4 5 ഡെക്കേൻ എന്ന് വരും. നെക്സ്റ്റ് വൺ, IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ RS നോമൺ ക്ലേച്ചർ ഉണ്ട്, Z ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഞാനിവിടെ എഴുതുകയാണെങ്കിൽ ഇതാ CHO ഉണ്ട്. യെസ്, ഇങ്ങനെ. ഓക്കെ, ദിസ് ഇസ് യുവർ CL. ഓക്കെ, ഞാൻ വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. യെസ്,
അപ്പോൾ ഈ കോമ്പൗണ്ട് ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2ൻ്റെ സെറ്റൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്പർ ചെയ്താൽ 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇവിടെ, ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ്, സൂസാമനും എൻറ്റജിനുമാണ് അല്ലേ. ഇസഡ് നോമൻക്ലേച്ചർ അറിഞ്ഞിരിക്കണം. എന്താണ്, CHO ഇവിടെയുണ്ട്, ഇത് ഇങ്ങോട്ടാണുള്ളത് അല്ലേ. യെസ്, അപ്പോൾ എന്തായിരിക്കും പ്രയോറിറ്റി കൂടുതലുള്ളത് ആർക്കാണ്, ഇവിടെ CHO ആണ്, ഇത് ഇവിടെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ്, സെയിം സൈഡിലാണ്. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതും പ്രയോറിറ്റി കൂടുതലുള്ള ഗ്രൂപ്പുകൾ. ഓക്കെ, ഇയാൾക്ക് എന്താണ്, പ്രയോറിറ്റി കുറവാണ്. ഈ മീഥൈലും ഈ ഹൈഡ്രജനും എന്താണ്, പ്രയോറിറ്റി കുറവാണ്. അപ്പോൾ പ്രയോറിറ്റി കൂടുതലുള്ള ഗ്രൂപ്പ് എന്താണ്, സെയിം സൈഡാണ്. സെയിം സൈഡ് പ്രയോറിറ്റി ഗ്രേറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും, Z ആയിരിക്കും, സൂസാമൻ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടെ 2Z. അപ്പോൾ തന്നെ നമുക്ക് ഈ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനി 4R, ഇതാണ് 4 അല്ലേ. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം. ഹൈഡ്രജൻ സ്വാഭാവികമായിട്ടും ഡാഷ് പൊസിഷനിലാണ്. സോ ദിസ് ഇസ് യുവർ 1, ഇതാ C ഡബിൾ ബോണ്ട് C ആണ് അല്ലേ. 2 ഇതെന്തായിരിക്കും, യെസ് 3 ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, യെസ് ആണ് അല്ലേ. യെസ്, കാരണം എസ്സിനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കാരണം എന്താണ്, ഹൈഡ്രജൻ ഡാഷ് പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും, 4 എന്താണ്, യെസ് ആണ്. ഓക്കെ, സോ നോക്കാം, 4S ആണ്. ഓക്കെ, 2Z 4S, ഇത് 4R ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, IUPAC നെയിം. ഓക്കെ, എന്താണ്, ബൈസൈക്ലോ കോമ്പൗണ്ട് ആണ്, ബൈസൈക്ലോ കോമ്പൗണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്പർ ചെയ്യുക, ബ്രിഡ്ജ് ഹെഡ് പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. 1 2 3 4, ഇവിടെ എന്തായിരിക്കും 5 6 7 8 ആൻഡ് ദെൻ വോട്ട് 9. ഓക്കെ, ഇവിടെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ബ്രിഡ്ജ് ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ബൈസൈക്ലോ എന്ന് എഴുതി, അത് കുഴപ്പമില്ല, ബൈസൈക്ലോ, കാരണം എന്താ, 2 സൈക്ലിക് ഉണ്ടല്ലേ, ബൈസൈക്ലോ. എന്നിട്ട് ഇവിടെ നമ്മൾ സ്പൈറോയിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്, സ്പൈറോയിൽ ലോവസ്റ്റ് മെമ്പർ ആയിരുന്നു ആദ്യം എഴുതിയത്. പക്ഷേ ഇവിടെ എന്തായിരിക്കണം, ഇവിടെ ഹയസ്റ്റ് മെമ്പർ ഉള്ള റിങ്ങിൻ്റെത് ഫസ്റ്റ് എഴുതണം. ഇവിടെ എത്രയാണ്, 1 2 3. അപ്പോൾ എന്ത് എഴുതുന്നു, യെസ് 3 എന്ന് എഴുതുന്നു. ഇവിടെ എത്രയാണ്, 2, ഇവിടെയും എന്താണ് 2. അപ്പോൾ ഞാൻ എന്ത് എഴുതുന്നു, 3 2 2 എന്ന് എഴുതുന്നു. ആൻഡ് വോട്ട് ടോട്ടൽ 9 കാർബൺ ആണ്. സോ ദാറ്റ് ഇസ് 9. ഓക്കെ, ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ്. ബൈസൈക്ലോ 322 9 എന്ന് കറക്റ്റ് ആൻസർ വരും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ദ കറക്റ്റ് ഓർഡർ ഓഫ് ബേസിസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ CF3COO മൈനസ് ഉണ്ട്, അതേപോലെ Cl3CCOO മൈനസ് ഉണ്ട്, Br3CCOO മൈനസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്താണ്, ബേസിസിറ്റി ആണ് അല്ലേ. ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, യെസ് അബിലിറ്റി ടു ഡൊണേറ്റ് ഈ നെഗറ്റീവ് ചാർജ് അല്ലേ, ഡൊണേറ്റ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നെഗറ്റീവ് ചാർജിനെ ആര് സ്റ്റെബിലൈസ് ചെയ്യും, യെസ് നെഗറ്റീവ് ചാർജ് is stabilized by എന്താണ്, നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എങ്ങനെയായിരിക്കും, നിങ്ങൾ പറഞ്ഞു, സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആര് സ്റ്റെബിലൈസ് ചെയ്യും, യെസ് 1 2 3 എന്നുള്ള രീതിയിൽ വരും. 1 2 ആൻഡ് ദെൻ വോട്ട് 3 എന്നുള്ള രീതിയിൽ വരും. ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോൺ. ഓക്കെ, അപ്പോൾ നല്ലപോലെ സ്റ്റേബിൾ ആണെങ്കിൽ, ഇവർ നല്ലപോലെ സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുമോ, വിട്ടുകൊടുക്കുമോ, ഇല്ല. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ബേസിസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്, നമ്മുടെ സ്റ്റെബിലിറ്റി ഓഫ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ ബേസിസിറ്റിയുടെ ഓർഡർ എന്തായിരിക്കും ഇവിടെ, ബേസിസിറ്റിയുടെ ഓർഡർ വിൽ ബി, ഓക്കെ ഇതെന്താണ്, ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, 3 2 1 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, യെസ്, ഓപ്ഷൻ എന്തായിരിക്കും, 3 2 1, ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 15, വിച്ച് ഇസ് ദ വീക്കസ്റ്റ് ബേസ് എമംഗ് ദി ഫോളോയിങ്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാനാണ് അല്ലേ, അബിലിറ്റി ടു ഡൊണേറ്റ് ലോൺ പെയർ. എഗെയിൻ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ NO2 എന്താണ്, സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും, യെസ് ഈ ഇലക്ട്രോണിന് എന്ത് ചെയ്യും, വിഡ്രോ ചെയ്തെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ബേസിറ്റി ഓർഡർ എന്തായിരിക്കും, ഏറ്റവും കുറവായിരിക്കും. CH3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹൈപ്പർ കോൺജുഗേഷൻ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. Cl എന്താണ്, യെസ് ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചറാണ്. ഇവിടെയും എന്താണ്, +M എഫക്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പക്ഷേ ഇതെന്താണ്, സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് അല്ലേ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ആർക്കാണ്, NO2-ന് Cl-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. ഇതെന്തായിരിക്കും, യെസ് വീക്കസ്റ്റ് ബേസ് ആയിരിക്കും. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ,
കറക്റ്റ് ഓർഡർ ഓഫ് ബേസിസിറ്റി ഓഫ് അയോൺസ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം, സ്റ്റെബിലിറ്റിയുടെ ഓർഡർ കണ്ടുപിടിക്കുക അല്ലേ, സ്റ്റെബിലിറ്റിയുടെ ഓർഡർ കണ്ടുപിടിക്കുക ആൻഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട് ബേസിസിറ്റി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇതാ ഇവിടെയുള്ള എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഇതാ ഓർത്തോയിൽ -m ഉണ്ടാകും, അതേപോലെ -i ഉണ്ടാകും. മെറ്റലാണെങ്കിൽ -i മാത്രമേ ഉണ്ടാവൂ, -m ഉണ്ടാവുമോ ഇല്ല. ഓക്കെ, പാരയിൽ എന്തൊക്കെ ഉണ്ടാകും, യെസ് -m ഉണ്ടാകും, അതേപോലെ -i ഉണ്ടാകും. ആൻഡ് ഈ -m എഫക്റ്റിന് ഡിസ്റ്റൻറ്റ് ഡിപ്പെൻഡൻ്റ് ആണോ? -m എഫക്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, അതുകൊണ്ട് ഓർത്തോ പാര കുഴപ്പമില്ല. അതേസമയം -i എന്താണടാ, യെസ് ഇറ്റ് ഈസ് ആക്ച്വലി ഡിസ്റ്റൻറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, ഡിസ്റ്റൻറ്റ് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അതായത് ഓർത്തോ ഗ്രേറ്റർ ദാൻ വോട്ട് പാര എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, യെസ് 1 ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും, കാരണം ഈ നെഗറ്റീവ് ചാർജിന് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, സ്റ്റെബിലൈസ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, യെസ് ഇവിടെ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ്ഡ് ബൈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ 1 ഏറ്റവും കൂടുതൽ, പിന്നെ ആര് വരും, 3 വരും, ദെൻ വോട്ട് 2 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ബേസിസിറ്റിയുടെ ഓർഡർ എന്തായിരിക്കും, ബേസിസിറ്റി is actually 2 greater than what 3 1 എന്നുള്ള രീതിയിൽ വരും. ഓപ്ഷൻ എന്തായിരിക്കും, ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് നൈട്രോ ഗ്രൂപ്പ് ഇസ് മെറ്റാ ഡയറക്റ്റിംഗ് ബിക്കോസ് ദ നൈട്രോ ഗ്രൂപ്പ്. നോക്കൂ എന്താണ് ഈ മെറ്റാ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് മക്കളെ, യെസ് നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്, അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള NO2 CHO COH ഇവരൊക്കെ എന്തായിരിക്കും, യെസ് മെറ്റാ ഡയറക്റ്റിംഗ് ആയിരിക്കും. അതേസമയം ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള OH അതേപോലെ CH3 ഇവരൊക്കെ എന്തായിരിക്കും, യെസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയിരിക്കും ടുവേർഡ്സ് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ, യെസ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിൻ്റെ കാരണം എന്താണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ റെസണൻസ് സ്ട്രക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് എവിടെയൊക്കെ കാണാൻ പറ്റും, യെസ് ഓർത്തോയിലും പാരയിലും കാണാൻ പറ്റും. ജനറേഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ്. അപ്പോൾ കുറച്ചും കൂടെ ഫേവറബിൾ ആരായിരിക്കും, ഈ മെറ്റാ പൊസിഷനിൽ ഒരു സ്ട്രക്ചറിൽ പോലും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റത്തില്ല, പോസിറ്റീവ് ചാർജ് കാണാൻ പറ്റത്തില്ല. അതായത് ഒരു ഇലക്ട്രോഫൈൽ വരുമ്പോൾ ഇലക്ട്രോഫൈൽ എന്താ നോക്കുക, പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുമോ, ഓർത്തോ പൊസിഷനിൽ അറ്റാക്ക് ചെയ്യത്തില്ല. ഓർത്തോ പൊസിഷനിൽ അറ്റാക്ക് ചെയ്യുമോ ഇല്ല. പാരാ പൊസിഷനിലോ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അപ്പോൾ അറ്റാക്ക് ചെയ്യുമോ ഇല്ല. അപ്പോൾ കുറച്ചും കൂടെ ഫേവറബിൾ എവിടെ തന്നെയായിരിക്കും, യെസ് നമ്മുടെ മെറ്റാ പൊസിഷനിലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും, ഇൻക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിട്ട് മെറ്റാ പൊസിഷൻ. അങ്ങനെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ മെറ്റാ പൊസിഷനിൽ? ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ വേണം, നെഗറ്റീവ് ചാർജ് വേണം. അങ്ങനെ ഉണ്ടോ ഇല്ല. അപ്പോൾ അതല്ല അല്ലേ. ഇനി ഇൻക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിട്ട് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ശരിയാണോ? അല്ല. കാരണം എന്താണ്, ഡിക്രീസ് ആണ് ചെയ്യുന്നത്, പോസിറ്റീവ് ചാർജ് ആണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഡിക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിട്ട് മെറ്റാ പൊസിഷൻ അതുമല്ല അല്ലേ, മറിച്ച് എന്താണ്, യെസ് ഡിക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിട്ട് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി എന്താണ് കുറച്ചുകൂടെ ഫേവറബിൾ ആരായിരിക്കും, മെറ്റാ പൊസിഷൻ ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. Number 18, among the following bromides, the order of reactivity of SN1. SN1 എന്ന് പറയുമ്പോൾ ഇന്റർമീഡിയറ്റ് എന്താണ്, കാർബോകാറ്റയോൺ. അപ്പോൾ ഇവരുടെ കാർബോകാറ്റയോൺ എന്ന് എഴുതി നോക്കാം, ഇതാ ഇങ്ങനെയായിരിക്കും അല്ലേ, യെസ് ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഇത് കാർബോകാറ്റയോൺ. ഈ കാർബോകാറ്റയോൺ നമ്മൾ എന്ത് വിളിക്കും, അലൈൽ കാർബോകാറ്റയോൺ എന്ന് നമ്മൾ വിളിക്കും. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾ, യെസ് ഇങ്ങനെ അല്ലേ, സോറി അല്ല പക്ഷെ ഇവിടെയാണ് അല്ലേ, ആൻഡ് ഇതാവുമ്പോഴോ ഇതാ ഇങ്ങനെ 6 മെമ്പേർഡ് ആണല്ലേ, പോസിറ്റീവ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്, 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. എല്ലാം തന്നെ എന്താണ്, sp2 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ, ഇത് അരോമാറ്റിക് ആയിരിക്കും. അതേസമയം ഇതെത്ര പൈ ഇലക്ട്രോൺസ് ആണ്, 4 പൈ ഇലക്ട്രോൺസ് ആണ്, ആൻറ്റി അരോമാറ്റിക് ആണ്. ആൻറ്റി അരോമാറ്റിക്കിൻ്റെ സ്റ്റെബിലിറ്റി എന്താണ്, ഏറ്റവും കുറവാണ്. ഇതെന്താണ്, അലൈലിക് കാർബോകാറ്റയോൺ. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും, യെസ് ഇത് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും അല്ലേ. സോ 3 ഈസ് മോസ്റ്റ് സ്റ്റേബിൾ, ദെൻ കംസ് വോട്ട് 1, ദെൻ കംസ് വോട്ട് 2. ആൻറ്റി അരോമാറ്റിക് ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും.
സോ 312 എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ദ സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് കാർബോക്കേറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തത് C6H5+ ആണ്. ഇതാ ഇങ്ങനെ വരും അല്ലേ, C6H5+. ഓക്കെ, പ്ലസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ sp2 ഹൈബ്രിഡൈസ് ആയിട്ടുള്ള കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ എന്താണ്, ലെസ് സ്റ്റേബിൾ ആണ്, ലെസ് സ്റ്റേബിൾ. പിന്നെ എന്താ ഉള്ളത്, ബെൻസൈൽ കാർബോക്കേറ്റയോൺ ഉണ്ട്, പാരാക്ലോറോ ബെൻസൈൽ കാർബോക്കേറ്റയോൺ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെൻസൈൽ കാർബോക്കേറ്റയോൺ. ഓക്കെ, ഇനി എന്താണ്, ഇനി ഇവിടെ ഓക്കെ CH2 പ്ലസ് ബെൻസൈൽ കാർബോക്കേറ്റയോൺ ആണ്, പക്ഷേ ഇവിടെ എന്തുണ്ട്, ഒരു ക്ലോറിൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇറ്റ് ഡിക്രീസസ് സ്റ്റെബിലിറ്റി ഓഫ് വോട്ട്, സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്കേറ്റയോൺ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആരായിരിക്കും, 2, ദെൻ കംസ് വോട്ട് 3, പോസിറ്റീവ് ചാർജ് sp2, കാരണം ഇതെന്താണ്, കുറച്ചുകൂടെ ഇലക്ട്രോ നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും, 1 2 3 1 എന്നുള്ള രീതിയിൽ വരും. സോ ഓർഡർ എന്ത് വരും, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നൗ ലൂക്കാസ് ടെസ്റ്റിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ലൂക്കാസ് ടെസ്റ്റ്? ആൽക്കഹോളും അതേപോലെ ആരുമാണ്, HCl റിയാക്ട് ചെയ്തിട്ട് RCl ഉണ്ടാകുന്ന പ്രോസസ്സ് അല്ലേ, എൻഹൈഡ്രസ് ZnCl2. അപ്പോൾ നോക്കിക്കോളൂ, എന്തായിരിക്കും, ഇതാ കാർബൺ R. ഓക്കെ, ഒരു OH HClമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്ത് സംഭവിക്കടാ, ഇൻ്റർമീഡിയറ്റ് എന്താണ്, നമുക്ക് ഇൻ്റർമീഡിയറ്റ് കിട്ടുന്നത് ഒരു കാർബോക്കേറ്റയോൺ ആണ്. സോ വി ആർ ഗെറ്റിംഗ് വാട്ട്, ഒരു കാർബോക്കേറ്റയോൺ ആണ് ഇൻ്റർമീഡിയറ്റ്. ലൂക്കാസ് ടെസ്റ്റിൻ്റെ ഇൻ്റർമീഡിയറ്റ് എന്താണ്, ഒരു കാർബോക്കേറ്റയോൺ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ചോദ്യം എന്താണ്, ഫിനോൾ റിയാക്ടിംഗ് വിത്ത് CHCl3 ആൻഡ് NaOH. എന്താണ് ഈ കോമ്പൗണ്ട്, സാലിസിലാൽഡിഹൈഡ് അല്ലേ, സാലിസിലാൽഡിഹൈഡ്. ഏതാണ് ഈ റിയാക്ഷൻ, റീമർ ടീമൻ റിയാക്ഷൻ ആണ് അല്ലേ, റീമർ ടീമൻ റിയാക്ഷൻ. ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. CH ക്ലോറോഫോം ആണ് അല്ലേ, ക്ലോറോഫോം റിയാക്ടിങ് വിത്ത് വോട്ട് NaOH മൈനസ് എന്ത് ചെയ്യുന്നു, H+നെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും, ഇതിങ്ങനെ വരും, ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട് സി. ഈ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് വരും, ഇവിടെ വരും. സോ നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഒരു Cl എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. സോ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട് Cl. സോ ദിസ് ഇസ് യുവർ ഡൈക്ലോറോ കാർബീൻ. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെന്ത് വിളിക്കാം, കാർബീൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ യു കുഡ് കോൾ, 2 ക്ലോറിൻ ഉണ്ടായതുകൊണ്ട് യു കുഡ് കോൾ ദിസ് ആസ് ഓൾസോ വോട്ട് ഡൈക്ലോറോ കാർബീൻ. ഓക്കെ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ചോദ്യം, ദ റിയാക്ഷൻ ഓഫ് 2-chloropyridine വിത്ത് സോഡിയം എത്തോക്സൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, 2-chloropyridine അല്ലേ, ദിസ് ഇസ് യുവർ pyridine. ഓക്കെ, ഇതാണ് 2-chloropyridine. ഓക്കെ, ഇവിടെ എന്തായിരിക്കും, സോഡിയം എത്തോക്സൈഡ്, Na+OET-. ഓക്കെ, ഇത് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, N എന്താകുന്നു, N- ആകുന്നു. ഓക്കെ, ലെറ്റ്സ് ഡ്രോ ലൈക്ക് ദാറ്റ്. N- ഇവിടെ എന്ത് വരും, Cl എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇവിടെ ആരുണ്ടാകും, OET. അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും, അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യും, Cl എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. സോ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, OET വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, Cl പോകുന്നു, ആര് വരുന്നു, OET വരുന്നു. അതായത് OET എന്താണ്, ഒരു ന്യൂക്ലിയോഫൈലാണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ന്യൂക്ലിയോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് വൺ, 23. ദ കീ ഇന്റർമീഡിയറ്റ് ഫോംഡ് ഇൻ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെക്കാനിസം കംപ്ലീറ്റ്ലി ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. ഓക്കെ, എന്താണ്, ഐസോസയനൈറ്റ് ആണ്, ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ, വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് വൺ, ക്ലോറോബെൻസീൻ സബ്സ്ട്രേറ്റ് ഡു നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്ലോറോബെൻസീൻ ആകുമ്പോൾ എന്താണ്, ഓക്കെ, കാരണം ഇവിടെ എന്തുണ്ടാക്കും, +M എഫക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, +M, അതായത് നെഗറ്റീവ്, ഇവിടെ Cl+, അതായത് ദസ് കാർബൺ ക്ലോറിൻ ബോണ്ട് എന്തായിരിക്കും,
ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാകും. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യണ്ടേ. അതായത് ഈ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണം. ഈ ബോണ്ട് എന്താണ്, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് പൊസസ് വാട്ട്, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് മോർ സ്റ്റേബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ട്രൊപ്പീലിയം കാറ്റയോൺ ഇതെന്താണ്, ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള, ഹൈലി അരോമാറ്റിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. സോ ഓപ്ഷൻ ബി എന്താണ്, വളരെ സ്റ്റേബിൾ ആണ്. അടുത്ത നിങ്ങൾ നോക്കണം, ബെൻസൈൽ കാർബോക്കേറ്റോൺ. ഇത് ചോദിച്ചിട്ടില്ല, എന്നാലും നമുക്ക് പറയാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ബെൻസൈൽ കാർബോക്കേറ്റോൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദിസ് ഇസ് യുവർ ബെൻസൈൽ കാർബോക്കേറ്റോൺ. ഓക്കെ, ഇവിടെ എന്തുണ്ട്, റെസനൻസ് ഉണ്ട്. ഓക്കെ, റെസനൻസ്. ഇനി ഇത് നോക്കിക്കോളെ, ഇതാണ് നമ്മുടെ CH3 എന്ന് പറയുന്നത്. ഇവിടെ എത്ര ഹൈപ്പർ കോൺജുഗേഷൻ ആണ്, 9 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ആൻഡ് നമ്മൾ ജനറലി പറയും റെസനൻസിനാണ് പവർ കൂടുതൽ എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇവരായിരിക്കും ഇവിടെ കൂടുതൽ സ്റ്റേബിൾ. ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോക്കേറ്റോൺ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. അതായത് ഇത്രയേ പറയുന്നുള്ളൂ. ട്രൊപ്പീലിയം കാറ്റോൺ ഏറ്റവും സ്റ്റേബിൾ ആയിരിക്കും, പിന്നീട് എ ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ വരുന്നത്. ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ വോട്ട്, യുവർ ബെൻസൈൽ കാർബോക്കേറ്റോൺ. ആൻഡ് ഓഫ് കോഴ്സ് ഇതെന്താണ്, നമ്മുടെ അലൈലിക് കാർബോക്കേറ്റോൺ ആണ്. അപ്പോൾ അത് വിഷയമൊന്നുമില്ല, ഓപ്ഷൻ സി. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓർഡർ വരിക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സ്റ്റേബിൾ എന്നുള്ളതാണ്. അപ്പോൾ ട്രൊപ്പീലിയം കാർബോക്കേറ്റോൺ. ഓക്കെ, അപ്പോൾ തേർഡ് മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് 4th ഉം 5th ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.